ഹീറോഗ്ലിഫിക്സ് ഭാഷ വായിക്കാനുള്ള അറിവ് മനുഷ്യന് നഷ്ടപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ റോസറ്റ ലിഖിതം കണ്ടെടുത്തതിന് ശേഷം മാത്രം ആധുനിക മനുഷ്യൻ തിരിച്ചുപിടിച്ച ഈ ചിത്രലിപിയിൽ റംസിസ് രണ്ടാമന്റെ ശവകുടീരത്തിനകത്ത് എഴുതിവെച്ച വാക്കുകൾ 1822-ലാണ് ലോകം വായിച്ചത്. പക്ഷെ അതേ വാക്കുകൾ എടുത്തുദ്ധരിച്ച് 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ ഒരു മറുപടി നൽകിയിരുന്നു. ഫറോവമാരുടെ കാലത്ത് BC 1500-ാം ആണ്ടിൽ പണികഴിപ്പിക്കപ്പെട്ട ലക്സറിലെ അമുൻറ ദേവന്റെ ക്ഷേത്രമാണിത്. നൈൽ നദിയുടെ ഇതേ കരയിൽ തന്നെ 3 കിലോമീറ്റർ അകലെയായി കർണാക്ക് എന്ന പേരിൽ ബൃഹത്തായ മറ്റൊരു ക്ഷേത്രവും ലക്സറിലുണ്ട്. കെയ്റോവിൽ നിന്നും ലക്സറിലേക്ക് വരുന്ന സഞ്ചാരികൾ നഗരമധ്യത്തിലുള്ള ഈ 2 ക്ഷേത്രങ്ങളിലും ആദ്യം സന്ദർശനം നടത്തിയതിനു ശേഷം മമ്മികളുടെ താഴ്വരയിലേക്ക് പുറപ്പെടുന്നതായിരിക്കും നല്ലത്. മരിച്ചുപോകുന്ന രാജാക്കന്മാരുടെ ആത്മാക്കളെ കുടിയിരുത്തുന്ന കർണാക്ക് ക്ഷേത്രത്തിനും അധികാരമേറ്റെടുക്കുന്ന രാജാക്കന്മാരുടെ കിരീടാരോഹണ ചടങ്ങുകൾ നടത്താറുള്ള ലക്സർ ക്ഷേത്രത്തിനും ഈജിപ്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ പ്രാധാന്യമുണ്ട്. നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും കേന്ദ്രമായിരുന്നു ഈ 2 ദേവാലയങ്ങളും. നൈൽ നദിയുടെ മറുകരയിലെ രാജാക്കന്മാരുടെ താഴ്വരയിലേക്കും ഹത്ഷേപുത്തിന്റെ മോർച്ചറി ക്ഷേത്രത്തിലേക്കും ടൗണിൽ നിന്നും പുതിയ കാലത്ത് നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് പോകാൻ കഴിയും. എന്നാൽ ഫറോവമാരുടെ കാലം മുതൽക്ക് തന്നെ ആരംഭിച്ച പഴമയുടെ പലതരം അടയാളങ്ങളെ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന നഗരമാണ് ലക്സർ. നൈൽ നദിയിലൂടെ നീങ്ങുന്ന പായക്കപ്പലുകളും വഴിയിലുടനീളം കാണുന്ന കുതിരവണ്ടികളും നമ്മെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയുണ്ടാകും. സുഡാന്റെ അതിർത്തിയോട് ചേർന്ന് വരുന്ന ലക്സറിലെ മനുഷ്യരുടെ പ്രകൃതവും അല്പമൊക്കെ വ്യത്യസ്തമാണ്. കെയ്റോവിനെ അപേക്ഷിച്ച് കുറെ കൂടി നേരപ്പ മട്ടുകാരായാണ് ഇന്നാട്ടുകാരെ എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ പരുക്കൻ ജീവിതമായിരുന്നു ലക്സറിലേത്. താഴ്വര കാണാൻ പോകുമ്പോൾ നൈൽ നദിയുടെ അക്കരെയുള്ള ഹോട്ടലുകളിൽ റൂമെടുക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ടൗണിലിറങ്ങി ബോട്ട് ജെട്ടിയിലേക്കാണ് നേരെ ചെന്നത്. നാട്ടുകാർക്ക് 5 വിദേശികൾക്ക് 30 ഈജിപ്ഷ്യൻ പൗണ്ടുമാണ് ടിക്കറ്റ് നിരക്ക്. കീറിപ്പൊളിഞ്ഞ മുകൾ ഭാഗവും പഴഞ്ചൻ മട്ടിലുള്ള സീറ്റുകളുമുള്ള ഈ ബോട്ടിന് അതിന്റെ സ്രാങ്കിനേക്കാളും പ്രായം തോന്നിക്കുന്നുണ്ട്. ജെട്ടിയിൽ നിന്നും ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനെത്തിയ കുതിരവണ്ടിക്കാരനും കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. അറബി ഭാഷയിൽ കുശലം ചോദിച്ചപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. യാത്ര തീരും വരെ അതിമനോഹരമായ ഗാനാലാപനം. മാത്രവുമല്ല നല്ല നിലവാരമുള്ള അറബി ഭാഷയിലായിരുന്നു അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. നദിയുടെ മറുകരയിലുള്ള മരിച്ച രാജാക്കന്മാരുടെ താഴ്വര രാത്രിയിൽ ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അന്ത്യനാൾ വരെയും സുഖനിദ്ര പോകാനായി പരമരഹസ്യമായി ഫറോവമാർ തെരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഉറങ്ങാൻ കിടക്കുന്നതുവരെയും ബഹളമയമായിരുന്ന നൈൽ നദിയിൽ ആളനക്കം തുടങ്ങുന്നതേയുള്ളൂ. രാത്രിയിൽ ഞങ്ങൾ കണ്ട ചർച്ചിന്റെ കുരിശുഗോപുരം നദിയുടെ അക്കരയിലെ അതിമനോഹരമായ പ്രഭാത ദൃശ്യമായി തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് പ്രഭാതത്തിലെ നൈൽ നദി. ഒറ്റപ്പെട്ട 1-2 കടത്തു തോണികൾ പ്രഭാത സൂര്യന്റെ അരുണ വെളിച്ചത്തിലൂടെ നീങ്ങിപ്പോകുന്നത് കാണാം. ഹോട്ടലിന്റെ പിൻഭാഗത്തെ മലകളിൽ നിന്നായി സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ഹോട്ട് എയർ ബലൂണുകൾ നഗരത്തിന്റെ മുകളിലൂടെ പറന്നു വരുന്നുണ്ട്. ലക്സറിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണിത്. സൂര്യനുദിക്കുന്നതിന് തൊട്ടുമുമ്പേ മുകളിലേക്ക് ഉയർന്ന് നൈൽ നദിയും ഫറോവമാരുടെ ക്ഷേത്രങ്ങളും നെൽപ്പാടങ്ങളും നഗരദൃശ്യങ്ങളും ഒക്കെ കണ്ട് 2 മണിക്കൂർ വായുവിലൂടെ അങ്ങനെ ഒഴുകി നീങ്ങുന്ന ഈ യാത്രക്ക് ആളൊന്നുക്ക് ഏകദേശം 2000 രൂപ മുതൽക്കാണ് ചാർജ് ഈടാക്കുന്നത്. ഒരൽപ്പം നേരത്തെ ഉറക്കമെഴുന്നേറ്റ് അവരുടെ ലോഞ്ചിങ് കേന്ദ്രങ്ങളിൽ എത്തിപ്പെടണമെന്ന് മാത്രം. ഞങ്ങളെ താഴ്വരയിലേക്ക് കൊണ്ടുപോകാമെന്നേറ്റ ഡ്രൈവർ അഹമ്മദ് കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കാഴ്ചയിൽ ഒരു പാവത്താനാണെങ്കിലും അയാളുടേതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലെന്ന് തോന്നുന്നു. വലിയ തെറ്റില്ലാതെ ഇംഗ്ലീഷും ഫ്രഞ്ചും ജപ്പാനീസും ഒക്കെ സംസാരിക്കാനും കക്ഷി പഠിച്ചിട്ടുണ്ട്. ഏകദേശം 7 കിലോമീറ്ററാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും രാജാക്കന്മാരുടെ താഴ്വരയിലേക്കുള്ള ദൂരം. ഫറോവമാരുടെ നിത്യനിദ്രക്ക് ഭംഗം വരുത്തുന്നവന്റെ വംശം കുറ്റിയേറ്റു പോകുമെന്നും അവൻ അപമൃത്യു വരിക്കുമെന്നും മറ്റും ശാപവാക്കുകൾ എഴുതി വെക്കാത്ത ഒരു ശവകുടീരവും ഈ താഴ്വരയിൽ ഉണ്ടാകില്ല. എന്നിട്ടും മുഴുവൻ രാജാക്കന്മാരുടെയും ശവകുടീരങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവരുടെ ആത്മാക്കൾ മടങ്ങിയെത്തേണ്ടിയിരുന്ന മമ്മികളും അവയുടെ അവയവങ്ങൾ സൂക്ഷിച്ച കനോപ്പി ജാറുകളും മ്യൂസിയങ്ങളിലെ കാഴ്ചപ്പണ്ടങ്ങളാവുകയും ചെയ്തു.
ഒരു ജനതയുടെ വിശ്വാസ സങ്കല്പങ്ങളോട് ആധുനിക സമൂഹം ചെയ്ത ആ കൊടുംചതി ഇന്നൊരു നഗരത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായി മാറിയതാണ് ലക്സറിൽ കാണാനാവുക. മലഞ്ചെരുവിൽ പലയിടത്തായി തുറന്നുണ്ടാക്കിയ 64 കല്ലറകളാണ് ഈ താഴ്വരയിലുള്ളത്. സാധാരണഗതിയിൽ സഞ്ചാരികൾക്ക് നൽകുന്നത് ഇഷ്ടാനുസരണം ഏതെങ്കിലും 3 കല്ലറകൾ കയറി കാണാനുള്ള ടിക്കറ്റാണ്. താല്പര്യമുള്ളവർക്ക് പ്രത്യേകമായി തന്നെ ടിക്കറ്റ് എടുത്ത് ഈ 64 കല്ലറകളും കയറി കാണുകയുമാവാം. തുത്തൻ ഖാമൻ എന്ന ഫറോവയുടേതിലേക്ക് മാത്രമായി പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടി വരും. 19-ാം വയസ്സിൽ മലേറിയ പിടിപെട്ട് അന്തരിച്ച തുത്തൻ ഖാമന്റേത് കൊള്ളക്കാർക്ക് കണ്ടെത്താനാവാതെ ബാക്കിയായ അപൂർവം കല്ലറകളിലൊന്നാണ്. 9 വർഷം മാത്രമേ ഭരണത്തിൽ ഇരുന്നുള്ളൂവെങ്കിലും ഈ കാലയളവിൽ ലക്സറിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ബാലനായ രാജാവായിരുന്നു തുത്തൻ ഖാമൻ. ബ്രിട്ടീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഹോവാർഡ് കാർട്ടറുടെ നേതൃത്വത്തിൽ 1922 തുറന്ന ഈ കല്ലറയിൽ നിന്നും 5000-ൽ പരം ഇനങ്ങളാണ് കണ്ടെടുത്തത്. 150 കിലോഗ്രാമിലധികം സ്വർണവും അപൂർവമായ രത്നങ്ങളും വജ്രക്കല്ലുകളും മറ്റും അടങ്ങിയ ഈ നിധിശേഖരത്തിന്റെ മൂല്യം ഇതുവരെ കണക്കാക്കിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 110 കിലോ ഭാരമുണ്ടായിരുന്ന ഖാമന്റെ ശവപേടകം. പിൽക്കാലത്ത് ലോകത്തുടനീളം വ്യാപകമായി പ്രചരിച്ച തുത്തൻഖാമന്റെ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇന്ദ്രനീലക്കല്ല് പതിച്ച 11 കിലോഗ്രാം സ്വർണം ഭാരമുള്ള ഈ മമ്മിയുടെ മുഖാവരണം. മരണാനന്തര ലോകത്ത് ഈ യുവരാജാവിന് കളിക്കാനുള്ള ചതുരംഗ പലകയും സംഗീത ഉപകരണങ്ങളും മുതൽ ആയുധങ്ങളും തേരും വസ്ത്രങ്ങളും ഭക്ഷണവും വീഞ്ഞുമൊക്കെ കല്ലറക്കകത്തുണ്ടായിരുന്നു. തുത്തൻഖാമന്റെ കല്ലറയിൽ നിന്നും കണ്ടെത്തിയ ആഭരണങ്ങളും മറ്റും കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിലാണ് ഇപ്പോഴുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ രഥവും മറ്റും ഈ കല്ലറയ്ക്കകത്ത് തന്നെ സഞ്ചാരികൾക്ക് കാണാനായി സൂക്ഷിച്ചിരുന്നു. നിലവിൽ പ്രത്യേകമായ ഒരു ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിലും മറ്റ് കല്ലറകളിൽ ഇല്ലാത്തതെന്ന് പറയാവുന്ന ഒന്നും തന്നെ ഇതിനകത്തില്ല. മാത്രവുമല്ല, താരതമ്യേന വളരെ ചെറിയ കല്ലറകളിൽ ഒന്നാണിത്. തുത്തൻഖാമന്റെ മമ്മിയുടെ ഒരു ഡമ്മി രൂപം ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് പേരിനൊരു വ്യത്യാസം. 3300-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ കല്ലറയിലെ ചുവർചിത്രങ്ങൾക്ക് കാലം പക്ഷേ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അഗാധമായ അർത്ഥതലങ്ങളുള്ളവയാണ് ഈ ചുവർചിത്രങ്ങൾ. തുത്തൻഖാമന്റെ വായ തുറപ്പിക്കുന്ന ചടങ്ങാണ് വലതുഭാഗത്തു നിന്നും കാണുന്ന ആദ്യത്തെ ദൃശ്യം. തുത്തന്റെ പിൻഗാമിയായി ചുമതലയേറ്റ ആയി രാജാവാണ് പരലോകത്ത് ശ്വസിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും മമ്മിയുടെ വായ തുറന്നു കൊടുക്കുന്നത്. പരലോകത്തിന്റെ ദേവതയായ നട്ട് രാജകീയ വേഷത്തിൽ വരുന്ന തുത്തൻഖാമനെ ദൈവങ്ങളുടെ സന്നിധിയിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നതാണ് മധ്യഭാഗത്തെ ചിത്രം. മരിച്ച തുത്തൻഖാമൻ ദൈവമായി മാറിയെന്നുകൂടി ഈ ചിത്രീകരണം അർത്ഥമാക്കുന്നുണ്ട്. പുനർജന്മത്തിന്റെ ദൈവമായ ഒസീറിസ് തുത്തൻഖാമന്റെ കായെ, അതായത് ആത്മാവിനെ സ്വീകരിക്കുന്നതാണ് ഇടതുഭാഗത്തെ ദൃശ്യം. തുത്തൻഖാമന്റെ മമ്മി കണ്ടെടുത്ത ശവപേടകം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതിന്റെ ശിരോഭാഗത്ത്, അതായത് കല്ലറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഈ കുരങ്ങുകളുടെ ചിത്രീകരണം പുനർജന്മത്തിന്റെ രാത്രിയുടെ 12 മണിക്കൂറുകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. തുത്തൻഖാമന്റെ മമ്മിയെ അദ്ദേഹത്തിന്റെ രാജസഭയിലെ മുതിർന്ന അംഗങ്ങൾ കല്ലറയിലേക്ക് കൊണ്ടുവരുന്നതാണ് കിഴക്ക് ഭാഗത്തെ മതിലിൽ കാണുന്നത്. ഇറങ്ങി വരുന്ന കോണിപ്പടിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കുറുനരിയുടെ മുഖമുള്ള ഈ മനുഷ്യരൂപമാണ് അനോബിസ് എന്ന മമ്മിയാക്കൽ പ്രക്രിയയുടെ ദൈവം. ഏതാണ്ട് എല്ലാ കല്ലറകളിലും കാണുന്ന അനോബിസാണ് പുരാതന ഈജിപ്ഷ്യൻ സങ്കല്പം അനുസരിച്ച് മമ്മിയെയും അതിന്റെ സമ്പത്തിനെയും കല്ലറയിൽ സൂക്ഷിക്കുന്ന ദൈവം. മറ്റാർക്കോ വേണ്ടി തയ്യാറാക്കിയ കല്ലറയിലേക്ക് ധൃതിയിൽ തുത്തൻഖാമനെ അടക്കം ചെയ്തുവെന്നാണ് ആർക്കിയോളജിസ്റ്റുകളുടെ വിലയിരുത്തൽ. പുതിയ ഫറോവയായി ചുമതലയേൽക്കാൻ തുത്തൻഖാമന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആയി തിടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കല്ലറയിലെ പെയിന്റ് ഉണങ്ങുന്നതിനു മുമ്പേ അത് കൊട്ടിയടച്ചത് ചില ചിത്രങ്ങളിൽ അങ്ങിങ്ങായി ബ്രൗൺ നിറത്തിൽ പൂപ്പൽ വരാൻ വഴിയൊരുക്കിയെന്നും പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഹോവാർഡ് കാർട്ടറുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ കൂടിയും താഴ്വരയിലെ ഹുസൈൻ അബ്ദുൾ റസൂൽ എന്ന ബാലനാണ് തുത്തൻഖാമന്റെ കല്ലറ ആദ്യം കണ്ടെത്തിയതെന്നാണ് ലക്സറിലുള്ളവർ വിശ്വസിക്കുന്നത്. കാർട്ടർ ഈ കണ്ടുപിടുത്തം തന്റെ പേരിലാക്കി മാറ്റുകയായിരുന്നു. ഉദ്ഖനന കാലത്ത് അദ്ദേഹം താമസിച്ച വീട് ഇപ്പോഴും മലഞ്ചെരുവിലുണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. കല്ലറ തുറന്ന അന്ന് രാത്രിയിൽ കാർട്ടറുടെ വീടിനു നേർക്ക് സർപ്പങ്ങളുടെ ആക്രമണം ഉണ്ടായത്രേ. ഫറോവയുടെ സർപ്പങ്ങളായിരുന്നു അവയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉദ്ഖനനത്തിന് പണം മുടക്കിയ ലോർഡ് കാണവൻ ദുരൂഹമായ രീതിയിൽ ഏതാനും മാസങ്ങൾക്കകം കൊതുക് കടിയേറ്റ് ലണ്ടനിൽ മരണപ്പെട്ടു. സംഘത്തിലെ വേറെയും 4 പ്രമുഖർ അപമൃത്യുവിനിരയായി. ഇതെല്ലാം ഫറോവയുടെ ശാപമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ സാക്ഷാൽ കാർട്ടർ തന്റെ 64-ാമത്തെ വയസ്സുവരെയും ജീവിച്ച് ക്യാൻസർ ബാധിതനായാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഉദ്ഖനനവുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഫറോവയുടെ നിത്യനിർദ്ധക്ക് ഭംഗം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ താഴ്വര സന്ദർശിക്കാനെത്തുന്നത്. ഇത്തരം അന്ധവിശ്വാസ കഥകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ സംസ്കൃതിയുടെ അവിശ്വസനീയമായ കാഴ്ചകളാണ് ഇവയിൽ ഓരോ മൃതികുടീരത്തിലും ഇപ്പോഴും ബാക്കിയുള്ളത്. അപ്പോൾ സപ്നാത്തിന്റെ ഈ ഒരു ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള മറ്റ്
പിരമിഡിനകത്ത് മമ്മികൾ സൂക്ഷിച്ച മറ്റ് കല്ലറുകളുമായി നമ്മൾ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ദൈർഘ്യമേറിയ ഒരു തുരങ്കത്തിനകത്താണ്. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ചിത്രപ്പണികൾ നമുക്ക് കാണാനാവുക. വാലി ഓഫ് ഡെഡിനകത്തെ വിസ്മയങ്ങളുടെ കൂട്ടത്തിൽ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു തുരങ്കമാണ് നമ്പർ 14. മറക്കരുത്, ഇവിടെ വരുമ്പോൾ 14ാമത്തെ നമ്പർ തുരങ്കം കാണാൻ മറക്കരുത്. ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെയുള്ള ഒരുപാട് തുരങ്കങ്ങൾ, ഏകദേശം 64ഓളം മമ്മികൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ നമ്മൾ ഇതിൻ്റെ ഈ കുന്നിൻ്റെ മുകളിൽ പല ഭാഗങ്ങളിലായിട്ട് ചെതറിക്കിടക്കുന്ന തുരങ്കങ്ങളാണ്. പക്ഷെ ഇത് കയറി വരുമ്പോൾ നമുക്കൊരല്പം മുകളിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം കണ്ണിൽപ്പെടുന്ന തുരങ്കങ്ങളിലൊന്നാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം അകത്തേക്ക് നടന്നു കയറാനുള്ള തുരങ്കവും ഇത് തന്നെയാണ്. ഈജിപ്തിലെ അപൂർവം വനിതാ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന തോസർട്ടിന്റെയും അവരുടെ പിൻഗാമിയായി ചുമതലയേറ്റ സത്നാത്തിന്റെയും ശവകുടീരമായ KB14 ചിത്രപ്പണികൾ തുല്യതയില്ലാത്തതാണ്. സ്വർഗ കവാടങ്ങളെക്കുറിച്ചും നരകലോകത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ന്യൂ കിങ്ഡം കാലഘട്ടത്തിലെ 2 ഗ്രന്ഥങ്ങൾ ബുക്ക് ഓഫ് ഗേറ്റ്സും ബുക്ക് ഓഫ് കവൻസും ഇതിനകത്ത് ഹീറോഗ്ലിഫിക്സിൽ എഴുതി വച്ചിട്ടുണ്ട്. മമ്മികൾക്ക് വേണ്ടിയുള്ള പതിവ് ചിത്രങ്ങൾക്ക് പുറമെയാണിത്. ഒരു രാജ്ഞിക്ക് വേണ്ടി പണിത കല്ലറയെ പിന്നീട് വന്ന രാജാവ് തനിക്ക് വേണ്ടി മാറ്റിയെടുത്തു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ടോസർട്ടിന്റെയും സത്നാത്തിന്റെയും 2 ചേംബറുകളും KB14 ഇപ്പോഴുമുണ്ട്. രാജാക്കന്മാരുടെ താഴ്വരയിലുള്ളവയിൽ നിർബന്ധമായും കാണേണ്ട മറ്റൊരു കല്ലറയാണ് റംസിസ് രണ്ടാമന്റെ പിതാവായിരുന്ന സേത്തിയുടേത്. 137 മീറ്ററാണ് KB17 നമ്പർ എന്നറിയപ്പെടുന്ന ഈ കല്ലറയിലെ തുരങ്കത്തിന്റെ ദൈർഘ്യം. പുരാതന ഈജിപ്ഷ്യൻ ശവസംസ്കാര മന്ത്രങ്ങൾ വിശദീകരിക്കുന്ന ലിറ്റണി ഓഫ് റേ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം പൂർണ്ണമായും കൊത്തിവെച്ച ശവകുടീരമാണ് സേത്തിയുടേത്. 66 വർഷം ഈജിപ്ത് ഭരിച്ച റംസിസ് രണ്ടാമന്റേതാണ് താഴ്വരയിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ കല്ലറ. 160 മീറ്ററായിരുന്നു അതിന്റെ നീളം. പ്രവാചകനായ മൂസ എന്ന മോസസിന്റെ കാലത്ത് ജീവിച്ച ഈ ഫറോവയുടെ മൃതദേഹം ചെങ്കടലിൽ നിന്നും കണ്ടെടുത്ത് മമ്മിയാക്കി സൂക്ഷിക്കുകയാണുണ്ടായത്. അദ്ദേഹത്തിനു വേണ്ടി തയ്യാറാക്കിയ അതിഗംഭീരമായ കല്ലറ പക്ഷേ വെള്ളപ്പൊക്കവും മറ്റും കാരണമായി തകരുകയും പിന്നീട് പൂർണ്ണമായും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. റംസിസിന്റെ മമ്മിയെ സംരക്ഷിക്കാനായി പിൽക്കാല ഫറോവമാർ അതിനെ സ്ഥലം മാറ്റി സൂക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ കല്ലറയിൽ പക്ഷേ കാലം ഹീറോഗ്ലിഫിക്സ് ഭാഷയിലെ ഒരു അത്ഭുതം ബാക്കി വെച്ചിട്ടുണ്ട്. 1799 നെപ്പോളിയന്റെ സൈനികർ ഇന്നത്തെ ഈജിപ്ഷ്യൻ പട്ടണമായ റാഷിദിൽ നിന്നും റോസറ്റ ലിഖിതം കണ്ടെത്തുന്നതുവരെയും ഹീറോഗ്ലിഫിക്സ് ഭാഷ ലോകത്താർക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. ഗ്രീക്ക്, ഡെമോട്ടിക് ഭാഷകളിലും ഹീറോഗ്ലിഫിക്സിലും എഴുതിയ റോസറ്റ ലിഖിതത്തിൽ നിന്നാണ് പുരാവസ്തുശാസ്ത്രജ്ഞന്മാർ ഹീറോഗ്ലിഫിക്സ് അക്ഷരങ്ങൾ ആദ്യമായി വേർതിരിച്ചെടുത്തത്. 1822 അത്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ഈ ഭാഷയിൽ റംസിസിന്റെ ശവകുടീരത്തിൽ എഴുതിവെച്ച ഒരു വാചകം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവനുവേണ്ടി ആകാശം കണ്ണീരൊഴുക്കി ഭൂമി വിറകൊണ്ടു എന്നായിരുന്നു കല്ലറയിലെ വാചകം. എന്നാൽ വിശുദ്ധ ഖുർആനിലെ 44-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം പറയുന്നത് ഫിർഔനു വേണ്ടി ആകാശമോ ഭൂമിയോ കരഞ്ഞിട്ടില്ലെന്നാണ്. ഹീറോഗ്ലിഫിക്സ് ഭാഷ മനുഷ്യൻ തിരികെ പിടിക്കുന്നതിനും 1100 വർഷം മുമ്പെയാണ് ഖുർആനിൽ ഈ വാക്കുകൾ ഇടം കണ്ടെത്തിയതെന്ന് ഓർക്കുക. കേവലമായ യാദൃശ്ചികത എന്നതിലപ്പുറം ഫറോവയെക്കുറിച്ചും അയാളുടെ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ചരിത്രാഖ്യാനത്തിനൊടുവിലെ അതിശയകരമായ പരാമർശമായിരുന്നു ഈ വാക്കുകൾ. ലക്സറിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മൺമറഞ്ഞ ഈജിപ്ഷ്യൻ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങൾ മുതൽ ഇതുവരെ തുറക്കാത്ത കല്ലറകളും മമ്മികളുമൊക്കെ ഇപ്പോഴും കണ്ടുകിട്ടുന്നുമുണ്ട്. ലോകത്ത് തുടർച്ചയായി മനുഷ്യവാസം നടന്ന പട്ടണങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നവയിലൊന്നായ ലക്സറിന്റെ പ്രധാന സവിശേഷതയാണ് മണ്ണിനു മുകളിലും താഴെയുമായുള്ള ചരിത്രത്തിന്റെ ഇത്തരം അടയാളങ്ങൾ. ലക്സറിനെ കുറിച്ച കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.